ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ചുറ്റുമുള്ള സമൂഹമല്ല. ഞാൻ എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരിത്തിരി ധൈര്യം വേണം, അല്ലേ? അങ്ങനെ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു വട്ടമേശ ഇൻടു ദ ഡെപ്സ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അമൃത. വെൽക്കം ടു ദ ഷോ. ഇപ്പോഴത്തെ അമൃതയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ, അമൃതയെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഓക്കെ, എൻ്റെ പേര് അമൃത ജോസഫ് മാത്യു എന്നാണ്. ഞാൻ ട്രാൻസ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് സംരംഭക ആയിട്ടാണ്. കുടുംബശ്രീയിലാണ് എൻ്റെ ജ്യൂസ് സ്റ്റാൾ, കാക്കനാടാണ്. കുടുംബശ്രീ എല്ലാ ഫെസ്റ്റിവലും ചേർന്ന് നടത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ട്. അതിനോടൊപ്പം തന്നെ അമൃത പിക്കിൾസിന് ഒരു ഇതുണ്ട്, ഒരു ഡാൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ബോബി ചമ്മനൂരിന്റെ ഫിജിക്കാട് എന്ന ആ ഒരു ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ മേഖലകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടില് ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ താമസിക്കുന്നത് പാലരുവട്ടത്താണ്. അവിടെ എൻ്റെ മക്കളായിട്ടുള്ള 4 പേരും ഞങ്ങളും വല്യമ്മയും താമസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സകലകലാ വല്ലഭയാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുമ്പോൾ കുറേ റീൽസ് കാണാനായിട്ട് പറ്റും. സംരംഭകയാണ്, അല്ലേ? ഒരുപാട് മേഖലയില് ഒരു ട്രാൻസ് വുമൺ എന്നുള്ള രീതിയിൽ കൈവച്ചിട്ടുണ്ട്. അപ്പം ട്രാൻസ് വുമൺ എന്നുള്ള രീതിയിലാണോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണോ അറിയപ്പെടാനായിട്ട് ആഗ്രഹം? ട്രാൻസ് വുമൺ എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഞാൻ ആദ്യം എന്താണെന്ന് മനസ്സിലാകാതെ ജീവിച്ചിരുന്ന സമയത്തും എൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ നിന്നപ്പോൾ ഞാൻ എവിടെ നിന്നായി ഈ ഒരു ട്രാൻസ് വ്യക്തിയായിട്ട്, ട്രാൻസ് വുമൺ ആയിട്ട് തന്നെയാണ് സമൂഹത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുക. കാരണം ആ ഒരു ഇത് വെച്ചോട്ടാണ് ഇത്രയും മേഖലകളിൽ എത്തിക്കേടാൻ എനിക്ക് എത്താൻ സാധിച്ചത്. ആക്ച്വലി നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. നമുക്ക് ആ ഒരു ഐഡന്റിറ്റി നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ഏതൊരു മേഖലയിൽ ചെന്നാലും കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പം ഈ ഒരു ഐഡന്റിറ്റി തിരിച്ചറിയുന്നതും ആ ഒരു സമയത്ത് ഒരു സ്ട്രഗിളും കാര്യങ്ങളും അതെങ്ങനെയായിരുന്നു? കാരണം സത്യം പറഞ്ഞാൽ ഒരു 2000-ത്തിലാണ് ഞാൻ ഇങ്ങനൊരു എന്നിലുള്ളൊരു വ്യത്യസ്തത തിരിച്ചറിയുന്നത്. ഞാനൊരു ട്രാൻസ് ആണെന്നുള്ളൊരു ഇത് വരുന്നത് തന്നെ. അപ്പോ അന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലൊന്നും അധികം ആളുകളില്ല. എല്ലാരും തമിഴ്നാട്, ബോംബെ, ഡൽഹി ആ മേഖലയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു തമിഴ്നാട് യാത്രയിലാണ് ട്രാൻസ് വ്യക്തികളെ ട്രെയിനിൽ കണ്ടിട്ടുള്ളത് തന്നെ. എന്നാലും എനിക്ക് ഞാൻ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞാൻ എന്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞു. പ്രോഗ്രാം ഈ അമ്പലങ്ങളിലെ റോഡ് ഷോ പരിപാടി ചെയ്യുന്ന സമയത്താണ്. അപ്പൊ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുവായിരുന്നു. നമ്മള് കോതമംഗലത്ത് വുഡ്ലാൻഡ്സ് ഹോട്ടലിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നും എന്റെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊല്ലത്ത് വന്നപ്പോഴാണ് ഇതുപോലുള്ള ട്രാൻസ് വ്യക്തികളെ ഞാൻ കാണാനും ഞാൻ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടെന്നൊക്കെ തിരിച്ചത്. കാരണം TV ഷോകളിലൊന്നും ഇതിനെ കുറിച്ചൊന്നും ചർച്ചയോ കാര്യമൊന്നും ഇല്ല. പക്ഷെ കുറച്ച് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വ്യക്തതയല്ലായിരുന്നു. പക്ഷെ നേരിട്ട് ഞാൻ എന്റെ സ്വത്വത്തിൽ അല്ലെങ്കിൽ ഞാൻ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു സമൂഹം ഉണ്ടെന്നും ഞാൻ അതിൽ പെട്ടതാണെന്നൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ നിന്നുള്ള യാത്ര എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി ട്രാൻസ് ആണെന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ, വീട്, ജോലി, താമസം, അങ്ങനെ വരുമ്പോൾ ഒത്തിരി കടമകൾ. ഇപ്പൊ ഒരു സ്ത്രീയോ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവര് പുറത്തേക്ക് ഇറങ്ങുന്ന പോലെയല്ലോ ട്രാൻസ് വരാന്നുള്ളത്. അവരുടെ അവര് ഒരു പുനർജനിക്കുകയാണ്. കാരണം ഒരു അമ്മയുടെ 10 മാസമായിട്ട് കിടക്കുന്നത് പോലെ അവര് വീണ്ടും വന്നിട്ട് ഒരു ട്രാൻസ് എന്ന സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് ആഗ്രഹിക്കുക അതിലേക്ക് എത്താൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പാടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ സമൂഹത്തോട് ചേർന്ന് പിന്നെ ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിലൊക്കെ ഉണ്ട്, പരിവാർ സിസ്റ്റം, അതിലേക്ക് ചേർന്ന് അങ്ങനെയാണ് ട്രാൻസ് ആയിട്ട് ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പരിവാർ സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്കറിയാം, ഇപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് അധികം അറിയാത്ത ഒരാൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പം പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്, എന്താണ് ഈ അമ്മ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജൽസ ഫംഗ്ഷൻ എന്താണ്, ഒരു കമ്മ്യൂണിറ്റി എന്താണ്. അപ്പം പൊതുവെ നമ്മൾ റീൽസ് കാണുന്നതായാലും യൂട്യൂബിൽ കാണുന്നതായാലും ഭയങ്കര സ്നേഹമുള്ള ഒരു കൂട്ടം ആളുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഫങ്ഷൻസ്, ആ ഒരു ബോണ്ടിങ്, അമ്മ എന്നുള്ള ഒരു ബോണ്ടിങ് ഒക്കെ എങ്ങനെയാ? അത് വെച്ച് നമ്മള് ഇപ്പൊ ട്രാൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഒരു ഫാമിലി നമുക്ക് ആരും ഉണ്ടാവില്ല. വരുന്ന വ്യക്തി തന്നെ ഒരു വ്യക്തി അമ്മയായിട്ട് സ്വീകരിക്കത്തില്ല. നമ്മൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, കാരണം അമ്മ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടൊരു വ്യക്തിയെ സെലക്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് ആദ്യമേ ഞാൻ അമ്മയായിട്ട് ഉൾക്കൊള്ളുന്നത് സൂര്യ, ഇഷ എന്ന് പറഞ്ഞ അവരായിരുന്നു. അപ്പൊ അവര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അവരുടെ മകളായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്.
അപ്പൊ അവിടെ നിന്ന് എനിക്ക് ആ ഇതിലേക്ക് ചെന്നപ്പോ എനിക്ക് കുറെ സഹോദരിമാരെ കിട്ടി. അതാണ് നമ്മുടെ ശ്രീമയി, ശ്യാമ, നക്ഷത്ര, അങ്ങനെ ചാരു, അങ്ങനെ പറഞ്ഞ വൈഷ്ണവി, അങ്ങനെ ഒരു വലിയൊരു ബന്ധം കിട്ടി. അവിടെ നിന്നാണ് എനിക്ക് പിന്നെ പരിവാർ എന്താണെന്ന്, കാരണം നമുക്ക് സ്വന്തം കുടുംബത്തിൽ കിട്ടുന്ന ഒരു പരിഗണന, സ്നേഹമുണ്ട്. നമ്മളൊരു പ്രോബ്ലം വന്നാലും അല്ലെങ്കിൽ നമ്മളൊന്ന് വിഷമിച്ചിരിക്കുമ്പോഴോ ഒന്ന് നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കുക. കാരണം നമുക്ക് അതറായിട്ടുള്ള ഇപ്പൊ പുരുഷനോ സ്ത്രീയുമായി നമ്മളടുത്ത് അങ്ങനെ ഒരു മിങ്കിൾ ചെയ്യാനോ നമ്മളുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളിൽ നിന്നും നമ്മളിൽപ്പെട്ട ഒരു വ്യക്തിക്കാണ് അത് നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പല വിഷമഘട്ടത്തിലും പല ഞാന് തളർന്നു പോകുന്ന ഘട്ടത്തിലും ഈ സിസ്റ്റമാണ് എന്നെ താങ്ങി നിർത്തിയിട്ടുള്ളത്. ചിലവര് ഇതിലൊന്നും ഇല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ഇപ്പൊ പരിവാർ വേണം, അമ്മ വേണം, അനിയന്മാര് വേണം, ചേച്ചിമാര് വേണം, ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലാണ് അവര് മുന്നോട്ട് പോയിരുന്നത്. അപ്പം ഇതിലിപ്പോ ജൽസ എന്ന് പറഞ്ഞൊരു ജൽസ ഫംഗ്ഷൻ എന്ന് ഉണ്ട്. പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ എന്റെ ഞാനൊരു അമ്മയാണ്. ഇപ്പൊ ഏകദേശം എനിക്കൊരു 12 മക്കളുണ്ടായിരുന്നു. ആ മക്കളിൽ ഇപ്പൊ എന്റെ കുട്ടി സർജറി ചെയ്ത് കിടക്കണം. അപ്പൊ അമ്മയുടെ സ്ഥാനം, നമുക്കൊരു പെൺകുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ പെൺകുട്ടിനെ എങ്ങനെ നമ്മൾ അയക്കാൻ നോക്കും, അല്ലെങ്കിൽ ആ പെണ്ണ് ഒന്ന് വയസ്സറിയിക്കുമ്പോ നമ്മള് അതിനൊരു ചടങ്ങുണ്ട്. അതേപോലെ ഞങ്ങളുടെ ഇതില് ഞങ്ങൾ സർജറിക്ക് പോകുമ്പോ ഒരു പൂജയുണ്ട്. ഞങ്ങൾ സന്തോഷ് മാതയുടെ പൂജ. ആ പൂജ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് വരുമ്പോ ഒരു 12-ാം തീയതി നടത്തും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഗുരുക്കന്മാരും നായകന്മാരും നമ്മുടെ ആ കുട്ടിയുടെ, എന്റെ മകളുടെ ഗുരുബായ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരിമാരും അമ്മമാരൊക്കെ ചേർന്നുകൊണ്ട് മഞ്ഞൾ പൂശി ആ കൊച്ചിനെ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ അവർക്ക് നമ്മൾ മരുന്ന്, ഇപ്പൊ ഒരു നല്ല ആയുർവേദമായ ട്രീറ്റ്മെന്റിൽ കൂടെ നടത്തുന്ന ഒരു കുളിയാണ്. അതിനുശേഷം 21-ാം തീയതി കഴിഞ്ഞിട്ട് 41-ാം ദിവസം നടത്തുന്നതാണ് ജൽസ. ഈ ജൽസയിൽ എന്ന് വെച്ചാൽ അമ്മയെന്ന് ഞാൻ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ലച്ച എന്ന് പറഞ്ഞിട്ട് സ്വർണം താലി പോലത്തെ താലി, മൂക്കുത്തി, പാദസരം, കമ്മല്, അങ്ങനെ ഒരു പിന്നെ ജോക്ക് സാരി, പച്ച സാരി. ഈ സാരി ഉടുത്തുകൊണ്ടായിരിക്കും ഇന്ന് കുംഭാരണം വെച്ച പാൽക്കുടം എടുത്ത് കടലിൽ കൊണ്ട് ഒഴിച്ച് തിരിച്ചു വന്ന് അമ്മ ലച്ച കെട്ടി കൊടുക്കും. അമ്മ എന്ന് പറഞ്ഞാൽ ഞാന് മകൾക്ക് ലച്ച കെട്ടി കൊടുത്ത് കുങ്കുമം വെച്ച ശേഷം മാതാപൂജ കഴിഞ്ഞ് കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി വന്നിട്ട് സുമംഗലിയാവുന്ന. അപ്പൊ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ ജീവിതങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവളുടെ മനസ്സിൽ അവൾ എന്താവാൻ ആഗ്രഹിച്ചുവോ ഒരു ട്രാൻസ്ഫോമർ ആയിട്ട് മാറുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ ചെയ്യുന്നവര് നോർമലി സർജറി ചെയ്തിട്ട് വന്ന് നിൽക്കുന്നവരും ഉണ്ട് കേട്ടോ. ഓരോ വിശ്വാസമാണ് ഓരോരുത്തർക്ക്. നമ്മുടെ ഫാമിലി ഇല്ലാത്തവരാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ പരിവാറിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, ഫാമിലി ഉണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ഇല്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഫാമിലീസ് ഉണ്ടാവും, പെട്ടെന്ന് ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വഴിയില്ല. അങ്ങനെ ഇരിക്കുന്നവർക്ക് ഇപ്പൊ ഒറ്റപ്പെടല് ഇല്ലായ്മ, ഇപ്പൊ ട്രാൻസ് പറയാലോ, കുറെ മാനസിക ഡിപ്രഷൻ, ഒരു സാധാരണ വ്യക്തിയെക്കാളും കൂടുതൽ ഡിപ്രഷനിലൂടെയും ഏകാന്തതയും കടന്നു പോകുന്നതാണ്. അവർക്ക് അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാണ് നമ്മൾ കുടുംബമായിട്ട് മുന്നോട്ട് പോകും. അപ്പം അമൃതയുടെ ഫാമിലി അറിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് തുറന്നു പറഞ്ഞപ്പോ ഫാമിലി എന്നുള്ള സപ്പോർട്ടും ആ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞ എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയും ഒരു കുഞ്ഞമ്മയാണ്. അമ്മ ആദ്യ സമയങ്ങളിൽ ഞാൻ മുടി വെച്ച് പ്രോഗ്രാമിന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് കാണലൊക്കെ ഉണ്ടായി. അപ്പൊക്കെ ഞാൻ ഭയങ്കര ടെൻഷൻ പെട്ടു എന്നുള്ള അവസ്ഥയും, പിന്നെ കുറെ പ്രാർത്ഥനയും കുറെ വിളക്കത്തിക്കലൊക്കെ ആയിട്ട് കല്യാണം മുടങ്ങി. അതിനുശേഷം പിന്നെ ഞാൻ നമ്മുടെ മലയാളി ദർബാർ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അതിലാണ് എന്റെ ഐഡന്റിറ്റി റിവ്യൂ ചെയ്യുന്നത്. ആ പ്രോഗ്രാമിൽ അമ്മയോടും പറഞ്ഞു. പക്ഷെ എന്ത് പറഞ്ഞാൽ അമ്മയ്ക്ക് വേറൊരു താങ്ങില്ലാത്തോണ്ടാണോ അല്ലെങ്കിൽ ആശംസ ആയിട്ടാണോ എന്ന് അറിഞ്ഞൂടെ അമ്മ ഉൾക്കൊണ്ടു. അന്ന് മുതൽ അമ്മ ഭയങ്കര സപ്പോർട്ടീവ് അതൊക്കെയാണ്. എന്നാൽ ഇടയ്ക്ക് ഒരു ഇത് കാണിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഈ ഒരു ചിന്തയിൽ, അതായത് ഒരു നോർമൽ ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ബാക്കിയൊക്കെ അബ്നോർമലാന്ന് വിചാരിക്കുന്നതിന്റെ പണ്ട് തൊട്ടേ പഠിച്ചു വന്നതും വീണ്ടും ഒന്ന് അതൊക്കെ അൺലേൺ ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും പല ആളുകൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടി. അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇപ്പൊ എന്തായാലും ശരി, നമ്മളിപ്പോ ഒരു വ്യക്തി നല്ലത് ചെയ്തത്, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ സ്ത്രീ എടുത്താലും പുരുഷൻ എടുത്താലും ഏത് മേഖല ഒരു വ്യക്തി നല്ലത് ചെയ്ത് അല്ലെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞാൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷെ ട്രാൻസ് എന്ന വ്യക്തിയെ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ ട്രെയിനിലുള്ള വിഷാദവും സെക്സ് വർക്കിനുള്ള വ്യക്തികളാണെന്നാണ്. ഇപ്പൊ ഇവിടെ പുരുഷന്മാരെ സെക്സ് നിൽക്കുന്നതുണ്ട്, പിന്നെ സ്ത്രീകളുണ്ട്, ട്രാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്വുമൻസ് സെക്സ് വർക്ക് നിൽക്കുന്നതിനെ എന്തും സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം 2000 മുന്നോട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തില് പീഡനങ്ങൾ വളരെ കൂടുതലാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പീഡനത്തിന്റെ ഇതും കുറവുണ്ട്. അത് കൂടാതെ സേഫ്റ്റിയെ, കാരണം എന്തിനും ഒരു മെന്റലിയാണ്, അതായിട്ടുള്ളതിനും ഒരു മെന്റൽ കിട്ടുന്ന ആ വഴിക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതാണ്. അതിനാണ് അല്ലെങ്കിൽ പ്രായം 90 അമ്മ എന്തിനു പറയണം, നമ്മുടെ ആലുവ നടന്ന കുഞ്ഞു മകളുടെ മരണം വരെ.
അപ്പൊ അതിന് ഞാന് ട്രാൻസ് വുമൻസിനെ സെക്സ് വർക്കിൽ നിൽക്കുന്നത് കൊണ്ടൊന്നുമില്ല. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. അപ്പൊ അവരവരുടെ ജീവിത മാർഗമായിട്ട് അത് ചെയ്യുന്നു. ഇഷ്ടമുള്ളവർ അവരുടെ അടുത്ത് പോകുന്നു, ഇല്ലാത്തവർ അവർ പാടിന് പോകുന്നു. ഇപ്പം കോമൺ ആയിട്ട് ഇപ്പം കുറെ പ്രശ്നങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഒരു പ്രശ്നം വരുമ്പം എല്ലാവരെയും ആ കണ്ണോടുകൂടി കാണുന്നത് ആളുകളുടെ ഒരു പ്രശ്നമല്ലേ? ഇപ്പൊ ഈസിലി നടന്ന കൊട്ടാരക്കര വിഷു തന്നെ എടുക്കാം. സത്യം പറഞ്ഞാൽ നമ്മള് അതില് 60% 70% ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള വ്യക്തികൾ തെറ്റുണ്ട് ഉൾക്കൊള്ളുന്നു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങള് ട്രാൻസ് സമൂഹം മൊത്തം വഹിക്കപ്പെട്ടു. കാരണം അവരിൽ വരുന്ന ആൾക്കാരുടെ ട്രോളും ഇതെല്ലാം. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന അമ്മയുണ്ട്, സ്വന്തം അമ്മയെ വെട്ടിക്കൊന്ന മകനുണ്ട്. അതിനൊന്നും ആർക്കും ട്രോളാനും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം പറയാം, ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ, ഞാൻ നിൽക്കുന്ന സംരംഭം എന്ന് ഞാൻ പറയുന്നത് 40 ലക്ഷം ഉള്ള ഒരു സംഘടനയിലാണ് ഞാൻ, കുടുംബശ്രീയിലാണ്. ഈ കുടുംബശ്രീയിലുള്ള ഞാൻ തന്നെ എനിക്ക് അനേകം സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അതിൽ അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, മക്കൾമാരുണ്ട്. ഇതിലിപ്പോ വരുന്നതിൽ എന്താ, എല്ലാവർക്കും എയ്ഡ്സ് രോഗങ്ങളാണെന്നാണ്. ഈ എയ്ഡ്സ് രോഗം എന്ന് പറയുന്ന സംഭവം ട്രാൻസിന് മാത്രമാണ് ഉള്ളത്. ഇവിടെ പുരുഷനും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ സമൂഹത്തിന് മുകളിൽ കാണിക്കണം, ഞങ്ങളെങ്ങാണ്ട് ഈ കൊട്ടാരക്കാരൻ ന്യൂസ് ചാനലിനെ പുള്ളി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഗുണ്ടകളാണ്. ഞാൻ ചോദിച്ചത്, ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കും, ഒരു സ്ത്രീവേഷം, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പുരുഷനെ എങ്ങനെ സാധിക്കും ഈ വിഗും വെച്ച് അല്ലെ വിഗ് വെച്ചിട്ട് നടക്കുന്നൊക്കെ പറഞ്ഞ സ്ത്രീയിലേക്ക് മാറാൻ എങ്ങനെ മൈൻഡ് വരും എന്ന് പറഞ്ഞാൽ, ഈ സമരത്തിൽ വന്ന് നിൽക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ പോട്ടെ. പിന്നെ പറയുന്നു മരുന്നിന് ഞങ്ങൾ ഇതാണ്, ഇതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയുന്നു അതിലൊരു മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു എന്തോ ഹെൽത്തുകാര് എയ്ഡ്സ് രോഗത്തിൽ കണക്ക് പുറത്തു വിടുന്നത്. ഇവിടെ ഇപ്പൊ എറണാകുളം ജില്ലയിലും ശരി, ഏത് ജില്ലയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും പുരുഷനും സ്ത്രീയും എല്ലാ കാറ്റഗറിയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ മാത്രം, ഞങ്ങൾ ഇതിനെ പകർത്താൻ നടക്കുന്ന വ്യക്തി. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്നെ പോലുള്ള ട്രാൻസ്വുമൻസിനൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ, ഞങ്ങൾ ചിലപ്പോ ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു വാരി കൊടുക്കുന്നതുണ്ട്. അതിൽ നിന്നൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെ വീണ്ടും ചെറുകുഴിയിലേക്ക് തള്ളാനാണ് ഇന്ന പോലെ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നത് എന്നുള്ളതാണ്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു, അതായത് ഈ ഒരു സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നോണ്ടിരിക്കുന്ന സമയം. അപ്പം ഇതിലിപ്പോഴും പഴയ ചിന്താഗതിയുള്ള ആളുകളുണ്ട്. ഇവർക്ക് അവരുടെ ചിന്താഗതിയാണ് ശരിയെന്ന് കാണിക്കാൻ ഇങ്ങനെ ഒരു ചെറിയൊരു എന്തെങ്കിലും നെഗറ്റീവ് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ കണ്ടോ ഇതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്, അവര് പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ. ഇതുകൊണ്ടാണ് ഇപ്പൊ ട്രാൻസ്വുമന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സഞ്ചറും ഫേസ്ബുക്കിൽ ഇത് കൊടുത്ത ഈ പറയുന്ന വ്യക്തികളുടെ മെസ്സേജുകൾ അതാണ് ഇവര് പറയുന്നത്. ഒളിച്ചും പാസ് ഇവർക്ക് ട്രാൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവരുടെ ആവശ്യങ്ങൾക്ക് ട്രാൻസ്ഫോം വേണം. പൊതു സമയങ്ങളിൽ ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് ഉൾക്കൊള്ളാൻ ഡബിൾ സ്റ്റാൻഡേർഡ്. ഈ ഡബിൾ സ്റ്റാൻഡേർഡാണ് പലപ്പോഴും പല ട്രാൻസ്വുമൻസും വലിച്ചീറാൻ നോക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അഡോളസെന്റ് ആയിട്ടുള്ള സമയത്താണ് നമ്മളിത് തിരിച്ചറിയുന്നത്. അപ്പം പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇപ്പം മെന്റലി എനിക്ക് ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സ്ട്രഗിൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം കുറച്ചുകൂടെ ഇനി വരുന്ന ജനറേഷന് കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ പറയട്ടെ, മരണമല്ല ജീവിതം ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത്. നമ്മള് ഇപ്പോഴാണെങ്കിൽ കുറച്ച് അറിവുകളുണ്ട്, ആ പിള്ളേർക്ക് ആണെങ്കിൽ ഒന്ന് എത്തിപ്പെടാൻ പല ഞങ്ങളെ പോലെ ട്രാൻസ്വുമൻസ് ആയിട്ടുള്ള വ്യക്തികളുള്ള ഒരു സംഘടനകളൊക്കെ ഉണ്ട്. പണ്ട് ഈ 2010 അങ്ങോട്ട് പോകുന്നവര് മുൻകാലമുള്ള സകല അവരെ പറയാത്തതും അടിക്കാത്തതും അവരെ അനുഭവിക്കാത്തതും ഒന്നുമില്ല. അവരൊക്കെ അനുഭവിച്ചിട്ട് ഭാഗമായിട്ട് മാത്രമാണ് ഇപ്പൊ ഞങ്ങളെ പോലുള്ള ട്രാൻസ്വുമൻസിന് ഇവിടെ വന്ന് ഈ ഒച്ചത്തിൽ സംസാരിക്കാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിലനിന്ന് പോകാൻ പറ്റുന്നു. ഒരു സ്പേസ് നേടിയെടുത്തതാണ് അല്ലെ, കുറെ സ്ട്രഗിൾസിന് ശേഷം നേടിയെടുത്ത ഒരു സ്പേസ് ആണ്. കാരണം അവര് പറയാൻ പാടില്ലാത്തൊന്നുമില്ല. ഇപ്പൊ പറയും ഇപ്പോഴും ഇപ്പൊ INA എന്നൊരു ആപ്പ് വന്നത് പിന്നെ ട്രോളാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലടക്കം. അപ്പൊ ഒത്തിരി, കാരണം ഇത് ഇടുന്ന വ്യക്തികൾക്ക് അതിന്റെ ഒരു വേദന അറിഞ്ഞുകൂടാ. കാരണം അത് മുറിവുള്ളവരാണ് വലിക്കുന്നത് പറഞ്ഞ പോലെ പുറത്ത് കാണുന്നവരല്ല അനുഭവിക്കുന്നത്. കാരണം ഒരു ട്രാൻസ്വുമൻ ആവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു പുനർജന്മാണ്. അവരനുഭവിക്കുന്ന മാനസികാവസ്ഥയൊന്നും സാധാരണ ഒരു വ്യക്തിക്ക് പറഞ്ഞ ഒട്ടും മനസ്സിലാവത്തില്ല. അത് ആ വ്യക്തിയായിട്ട് തമാശത്ത് നിൽക്കും. ചിലപ്പോൾ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ട്രാൻസ്വുമൻ ആയ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി അവർ പോരാടുന്ന പോരാട്ടം വലിയ അധികം തന്നെയുള്ള പോരാട്ടങ്ങൾ തന്നെയാണ്. ഇതിപ്പോ ശരിക്കും പറയുകയാണെന്ന് നമ്മളിപ്പോ വീടുകളിൽ നിന്ന് അതിനുള്ളൊരു ആരംഭം തുടങ്ങാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്
വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി വലിയൊരു മാറ്റം തന്നെയല്ലേ ഉണ്ടാവാൻ പോണെ. പിന്നെ ഞാൻ പറയട്ടെ, കുറച്ച് സമൂഹമുണ്ട് ആ. എന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ കുറച്ച് അതെ, പേരുണ്ട്. അതെ, അതെ. ഇപ്പൊ 2025 നിൽക്കുന്ന സമയത്ത് ട്രാൻസ് എന്താണെന്നുള്ളത് സമൂഹത്തിൽ നല്ല വ്യക്തതയാണ്. അതെ. അതെ. പക്ഷെ എന്നിട്ടും ഞാൻ അത് ചെയ്യില്ല ഇല്ല. അമ്മ, ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു കൂട്ടം സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അതെ. പക്ഷെ ഞാൻ ഇതൊന്നും വയ്ക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ അറിയാം, എന്റെ ഇത്രയും വർഷം ചെയ്ത 2 വീഡിയോയ്ക്കാണ് ബാക്ക് കമന്റ് വന്നത്. അത് ഫോട്ടോ സഹിതം വെച്ച് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. അത് അവരുടെ പേഴ്സണൽ ആയിട്ട് വന്നിട്ട് പറഞ്ഞു അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഇല്ല, ഞാനത് കാരണം ഇവിടെ ഒരു രീതി, ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഒരു ഓൺലൈനിൽ തന്നെ നമുക്കറിയാം, ഒരു നടിക്ക് ഓൺലൈനിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ പല വിഷയങ്ങളുണ്ട്. ഇപ്പൊ അതേപോലെയുള്ള നീതിയും ഇതെല്ലാം ഞാനും എനിക്കും അവകാശപ്പെട്ടതാണ്. അതെ. അതുകൊണ്ട് തന്നെ ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടു. ഞങ്ങളുടെ അഡ്വക്കേറ്റ് പത്മയോട് കേസ് രജിസ്റ്റർ ചെയ്ത് 3 കേസ് ഞാനിപ്പോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതികരിക്കും. പലവരും കമന്റ് ഇടുന്നവര് ഒളിച്ചും പാത്തായിരിക്കും. പക്ഷേ അവരുടെ മുഖം കാണത്തില്ല എന്ന് പറയും, പക്ഷെ അവർക്ക് ലൈക്ക് ഞാൻ അതെല്ലാം പബ്ലിക് ആക്കാൻ നോക്കുന്നത്. പിന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടാണ് സംസാരിക്കേണ്ടത്. ഒരു വ്യക്തി എന്തുകൊണ്ട് അത് ഇട്ടു, അവൻ എന്ത് മാനസികാവസ്ഥയിൽ ഇട്ടെന്ന്. കാരണം ആ വ്യക്തിയുടെ കുടുംബത്തിലോ അല്ലെ ആ വ്യക്തിനെ ഒന്ന് ആക്ഷേപിക്കുന്ന രീതിയിലോ ഞാൻ എന്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഒന്നും അറിയാതെയാണ് ഒരു വീഡിയോ ചെയ്തത്. എന്തിനാണ് അവര് പക്ഷെ അവരത് ഇട്ട് പോകുമ്പോ അത് കാണുമ്പോ, കാരണം ഞാൻ പറയണ്ടേ, ഇതിലടിയിൽ ചിലപ്പോ ഞാൻ പറഞ്ഞ പോലെ ഈ കുടുംബശ്രീയിലെ ചേച്ചിമാര് ഒരു ലവ് ഹാർട്ട് ഇട്ടുണ്ടാവും, അപ്പൊ അല്ലെ കുടുംബ സാർമാരുണ്ടാവും. പിന്നെ അടി വന്നു കഴിയുമ്പോ അവർക്ക് നീ എന്തിനാ ആവശ്യമില്ല അവിടെ കൊണ്ട് കമന്റ് ഉണ്ട്, അതിന്റെ അടിയിലത്തെ കമന്റ് കണ്ടില്ലേ, നിന്നെ ആ രീതിയിലല്ല ആൾക്കാർ കാണത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ട് വരുന്ന ഒരു സമൂഹത്തെ വീണ്ടും പുറകോട്ട് തള്ളാനാണ് ഈ തരത്തിലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് എതിർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ നിയമപരമായ പരിരക്ഷ എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പം പണ്ട് ഒരു മെയിൽ ഫീമെയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സിനും കൂടി കുറച്ചും കൂടെ നിയമ പരിരക്ഷ കിട്ടി തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ സർജറിക്ക് ഇപ്പൊ ഗവൺമെന്റിന് വക പൈസ കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള പ്രൊസീജിയർ എങ്ങനെയാണ്? ഇപ്പോ നമുക്ക് ട്രാൻസ് ആണെന്ന് അറിഞ്ഞ ശേഷം നമ്മൾ പണ്ടെന്ന് പറഞ്ഞിട്ടൊരു കളക്ടറിന്റെ ചേംബറിൽ നമ്മള് ഡോക്ടേഴ്സ് അതുപോലെ ട്രാൻസ് പറ്റിയിരുന്നത് എല്ലാവരും ഒത്തുതീർന്ന ഐ ഡി. ഇപ്പൊ നമുക്ക് ഇതുണ്ട്, ഒരു നാഷണൽ ഐ ഡി കാർഡ് ഉണ്ട്. അപ്പൊ അത് സുരക്ഷ ഇതിൽ നിന്ന് ഐഡന്റിറ്റി സ്വന്തമായിട്ട് ഐഡന്റിറ്റി റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇത് ഹെൽത്ത് ആ കാർഡ് നാഷണൽ ഐ ഡി കാർഡ് എടുത്ത് ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡ് എടുത്തു കഴിയുമ്പോൾ ആ 2 മാസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ കാർഡുകളും ചേഞ്ച് ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ. പിന്നെ സർജറി എന്ന് പറയുന്നത്, ഇതിനോട് ഞാൻ പറഞ്ഞ സർജറി കഴിഞ്ഞിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത്. പക്ഷെ അത് സർജറിക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയുമ്പോൾ തന്നെ ആ ഫണ്ട് പോകുന്നത്. കാരണം പല ട്രാൻസും വുമൻസും തെരുവിലും അല്ലെങ്കിൽ നിൽക്കുന്നതിന്റെ മെയിൻ കാര്യം അവർക്ക് ട്രീറ്റ്മെന്റിനനുസരിച്ചാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്തും നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യം അതിൽ. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ചൊരു മിസ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ അവർ ഏത് ഹോസ്പിറ്റലാണോ അത് നേരെ അങ്ങോട്ട് ട്രാൻസ്ലേഷൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് അത് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പം ഈ സർജറിയുടെ കാര്യം പറഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, സർജറി കുറച്ച് റിസ്ക് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്തായാലും വേറൊരു ഓർഗൻ ഇംപ്ലാന്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഹോർമോൺസ് എടുക്കുമ്പം കുറെ ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും. ഈ ഹോർമോൺ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത അസുഖങ്ങളോട് നമ്മൾ വലിച്ചു വരുത്തുക. ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം വരും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അതാണ് ആലോചിക്കുന്നത്. നമ്മൾ സ്ത്രീ ഒരു ട്രാൻസ്വുമൺ ആവാൻ വേണ്ടിയിട്ട് നമ്മള് അത്രയും ഹോർമോൺസ് കഴിച്ച് നമുക്ക് ഇല്ലാത്ത അസുഖം വീണ്ടും വന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ഹോർമോൺ സ്റ്റോയിഡ് ചെയ്ത് പിന്നെ സർജറിക്ക് പോയി ആ വേദന തിന്ന് അതിനുശേഷം നമുക്ക് ഉണ്ടാകുന്ന നടുവേദന, അത് 1 വർഷത്തോളം അതിന്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു ഉണർവ് നമുക്ക് കിട്ടാൻ ഭയങ്കര താമസം. നമുക്ക് ആ ഒരു കാരണം അത്രയും വലിയ സർജറിയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിന് റിക്കവറായി മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്ക് മാനസിക പിരിമുറുക്കം ഭയങ്കരമായിരിക്കും. ഇപ്പൊ വേറൊരു പുതിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറെ ട്രാൻസ്വുമൻസിനെ സ്നേഹിച്ച് അവർക്ക് കൂടെ നിന്നുകൊണ്ട് അവിടെ പണം പഠിക്കുന്ന കുറെ ചെറുപ്പക്കാർ ഇപ്പൊ വന്നിട്ടുണ്ട്. ഉള്ള കാര്യം പറയും. ഇപ്പൊ ഞാൻ ഒരു കഴിഞ്ഞ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, എന്റെ സുഹൃത്തിന്റെ ഒരു ഫ്രണ്ട് അവൻ പാർട്ണർ, പക്ഷെ വന്നിരിക്കുന്ന ഈ കുട്ടിയുടെ പണം എടുക്കുക എന്നിട്ട് അടി ചവിട്ട് തോടി. കാരണം ഇങ്ങനെ ഒരു ട്രാൻസ്വുമൻ അങ്ങനെ ഒരു പാർട്ണറെ ഉൾക്കൊള്ളാൻ കാരണം വെച്ചാൽ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു പുരുഷന്റെ സംരക്ഷണം, ഒരു പുരുഷ സ്നേഹം, അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ട്രാൻസ്വുമൻസിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഇപ്പോഴും പണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടും ട്രാൻസ്വുമൻസിനെ ചീറ്റ് ചെയ്യുന്ന കുറെ വ്യക്തികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ലീഗലി, അതായത് നമ്മുടെ നാട്ടില് ഒരു ട്രാൻസ് വ്യക്തികൾക്ക് കല്യാണം കഴിക്കുക, അപ്പൊ അതിന്റെ ഒരു ലീഗൽ പരിരക്ഷ എന്നുള്ള ഒരു സാധനം കിട്ടിയിരുന്നെങ്കിൽ ഇത്തരം മിസ്യൂസ് ആവുന്ന കുറെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫുള്ളി പക്ഷെ മെയിൻ കാര്യം ഈ വരുന്ന വ്യക്തികൾക്ക് അത് ഇതല്ല. ഇപ്പൊ ലിവിങ് ടൂതർ ആയിട്ട് നിൽക്കാൻ താല്പര്യമാണ്. ഈ ലിവിങ് ടൂതർ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഉറച്ചു പറയാം,
ഒരു ട്രാൻസ്വുമനെ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കിയാൽ സത്യം പറഞ്ഞ ട്രാൻസ്വുമന്റെ കീഴിൽ അവർ ഇതാണ് സേഫ് ആണ്. കാരണം ഒരു സ്നേഹം കിട്ടാതെ അവർ എന്ത് വേണം ട്രാൻസ്വുമൻ വെച്ച് അവർ എന്ത് വേണം ചെയ്യും ആ ഒരു ഇതിന്. അങ്ങനെ ഒരു ഇത് ഇപ്പൊ പുതിയൊരു ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ ട്രാൻസ് വുമൻസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ഇപ്പൊ അല്ലെങ്കിൽ ഈ ട്രാൻസ് വുമൻസിനെ അക്സെപ്റ്റ് ചെയ്ത് വിവാഹം കഴിച്ച പുരുഷന്മാരായിട്ടുള്ള വ്യക്തികളും ഉണ്ട്. അവരെ ഒരുപാട് അവരെ നമിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ സീമയുടെ കല്യാണം ആയാലും ശരി, കഴിഞ്ഞ ചേർന്ന പല ഇതൊക്കെ ഞാൻ ഇതാക്കും. എന്തൊക്കെയോ ഒരു ഹോപ്പ് തരുന്ന ഒരു കാര്യം കൂടിയാണ്. ശരിക്കും അത്തരത്തിലൊരു ഇൻക്ലൂഷനും കൂടെ ഉണ്ടായി നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ മാറ്റി നിർത്തുന്നതിനും എല്ലാവരും ഒരു സെക്ഷനാണ്, എല്ലാവർക്കും പല പല ആഗ്രഹങ്ങൾ, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറയാൻ ഒരു നല്ല സൊസൈറ്റി. നമ്മളൊരു വ്യക്തിയുടെ ജെൻഡറും സെക്ഷുവാലിറ്റി എന്താണ്, ഒരു വ്യക്തി ജെൻഡർ നമുക്ക് പറയാൻ സാധിക്കും, പക്ഷെ സെക്ഷുവാലിറ്റി എന്താണെന്ന് ഒരു വ്യക്തിയെ കൊണ്ടും പറയാൻ പറ്റില്ല. അത് ആ വ്യക്തിക്ക് മാത്രമേ. എനിക്ക് എന്റെ സെക്ഷുവാലിറ്റി ഏതാണെന്ന് എനിക്ക് മാത്രമേ, മൂന്നാമതായൊന്നും ഒരു കണക്കും പറയാൻ പറ്റില്ല, പക്ഷെ ജെൻഡർ പറയാൻ പറ്റും. ജെൻഡർ നമ്മൾ പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ പെരുമാറുന്നു, അത് നമ്മളൊരു കൾച്ചറിന്റെ ഭാഗമാണ്. ചിലർക്ക് സ്ത്രീ ആയിട്ട് അറിയപ്പെടാൻ ഇഷ്ടമുണ്ട്, ചിലർക്ക് ട്രാൻസ് ആയിട്ട് ഇഷ്ടപ്പെടാനുണ്ട്. പക്ഷെ എന്നോട് എന്ത് സംബന്ധിച്ചും ട്രാൻസ് വുമൺ ആയിട്ട് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ഞാനൊരു സ്ത്രീ ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആയി ട്രാൻസ്മാൻ, ഇതിനൊക്കെ അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ ശരിക്കും അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻ വെറുതെ ഉണ്ടാക്കുന്നതാണ്. അല്ലേ? ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ നമ്മൾ നമ്മളുടെ കാര്യം നോക്കി നടക്കാണ് അല്ലെ? അപ്പം എന്തിനാണ് ആളുകൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ടാവും. വിഷമം ഞാൻ പറഞ്ഞില്ല, അതുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ കൊട്ടാരക്കര വിഷയം കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നു അത്രയും ട്രോളും അത്രയും കാര്യങ്ങളാണ്. തെറ്റ് ചെയ്ത വ്യക്തികൾ അകത്ത് ഇപ്പൊ റിമാൻഡിലാണ്. അപ്പൊ അവര് അത് കഴിഞ്ഞ് റിമാൻഡിൽ പോയിട്ട് ഇപ്പൊ പുറത്തുനിന്ന് ഞങ്ങളാണ് ട്രാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നത്. ഇതിപ്പോ അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ കുടുംബത്തിലുള്ളവരെ കാണുമ്പോൾ എന്റെ മോളല്ല എന്റെ മകൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നത് അവർക്ക് ഒരു ഫീൽ, അത് എങ്ങനെ പോകുന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു കൊട്ടാരക്കര ന്യൂസ് ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പുള്ളിയുടെ പേരിൽ ഹൈക്കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം അത്രയും വലിയൊരു ഇതാണ്, തെറ്റായ സന്ദേശങ്ങളാണ് ഇപ്പം അമൃതയുടെ ഒരു ജേണി ഉണ്ട് അല്ലെ? ഒരു 2000 മുതൽ 2025 വരെയുള്ള ജേണി. അതില് അമൃതനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും, മോശം പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ? സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ചെയ്തിട്ടുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അവർക്ക് നമ്മോട് ചിലപ്പോ വീണ്ടും നല്ല സ്നേഹമൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു പൊതുയിടങ്ങളിൽ വരുമ്പോ അവര് അകൽച്ച കാണിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുരുഷന്മാരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ മിണ്ടുമ്പോ മറ്റുള്ള വ്യക്തി എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി ആ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് നമ്മളല്ലാതെ ഒറ്റപ്പെട്ടുള്ള കാണുമ്പോൾ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സംസാരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് ചേച്ചിമാർ, എന്റെ കുടുംബത്തിലെ എന്റെ ചേച്ചിമാരെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അവരെപ്പോഴും നമ്മളോട് ഒറ്റക്കെട്ടാണ്, അവരെപ്പോഴും എന്നെ വിളിക്കും, അവർക്ക് ഭയങ്കര എന്നോടുള്ളൊരു സ്നേഹം എനിക്കത് പറഞ്ഞയക്കാൻ പറ്റത്തില്ല, അത്രയും സ്നേഹമാണ് ചേച്ചിമാർ. അതേപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ഇൻ പബ്ലിക് എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള ജേർണിയിൽ കുറെ ബാഡ് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എന്റെ മനസ്സിൽ മുറിവായിട്ട് നിൽക്കും എന്ന് തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഏതാ? ഞാൻ പറയാം. നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ അത് ഒരു വലിയൊരു ഓഫീസാണ്, അത് പറയുന്നില്ല. തിരുവനന്തപുരത്ത് ഞാനൊരു വർക്ക് ചെയ്തു കഴിഞ്ഞ 3 മാസം മുമ്പ്. അതൊരു ഗവൺമെന്റ് പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ജ്യൂസ് സ്റ്റാളായിട്ട് ഇട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ അന്ന് തിരുവനന്തപുരം സുരക്ഷയിൽ നിന്ന് കുറച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി സാർമാരൊക്കെ വന്നു ജ്യൂസ് കുടിക്കുന്നു. അപ്പൊ അവിടെ ക്ലീനിങ്ങിനായിട്ടും വർക്കിനായിട്ടും 3 ചെക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ജ്യൂസ് കുടിച്ച് ഇടാൻ പോകുന്ന ഒരാള് അവിടെ നിന്ന് ഇടാൻ പോയപ്പോ ഇവന്മാര് പറയുവാണ്, അവിടെ നിൽക്കുന്ന നിങ്ങൾ നല്ല സംഭവങ്ങളാണ്, നല്ലതാണ്, മറ്റേ പറയില്ല കോഡ് ഭാഷ, അവന്മാരാണ്, നമ്പർ കിട്ടിയ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബാഡ് ബാക്ക് പറഞ്ഞു. ഈ സംഭവം സാറ് കേട്ടിട്ട് ഞങ്ങളുടെ പുള്ളി കേട്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അതൊരു വിഷമല്ല, വിഷമത്തിനാണ് ഉപരി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മൊത്തം ചെയ്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴും ഒരാൾക്കാണ് നമ്മൾ അപ്പൊ തൊട്ട് നേരക്ക് നിന്ന് നമ്മൾ ശരിക്കും നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ വാത്സ്യം വെള്ളം മേടിച്ചു കുടിക്കുന്നു, നമ്മുടെ ജ്യൂസൊക്കെ മേടിച്ചു കുടിച്ചിട്ട് ആ വ്യക്തി ഇങ്ങനെ പറയുമ്പോ എനിക്ക് മെന്റലി ഭയങ്കര പ്രശ്നമായി. ഞാനത് കരഞ്ഞ് ഞാൻ ഒരു പതിവായപ്പോഴൊക്കെയാണ് എന്റെ CG സെല്ലിലുള്ള സാൻജോ എന്ന വ്യക്തി വന്നു. സാൻജോ വന്ന് ട്രാൻസ്മെന്റ് ആണ്. സാൻജോ വന്ന് എന്നെ കണ്ടു. അപ്പൊ തന്നെ ഒരു കോളിന് തിരുവനന്തപുരത്തുള്ള 15 ട്രാൻസ്മെന്റ്സ് ആണ് എന്റെ അവിടെ വന്നത്.
അതാ ഞാൻ പറഞ്ഞ ആ ഒരു ഫാമിലിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞത്. അതെ അതെ ആരാണ് ഞങ്ങളുടെ സഹോദരിയോട് നോക്കി പറഞ്ഞെന്ന് പറഞ്ഞ് ആ കടലിന് മുമ്പിൽ അവർ കുത്തിയിരുന്നു. അവര് പറഞ്ഞ് നടക്കില്ലെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുവന്ന് മാപ്പ് പറയിച്ച് അങ്ങനെ വിട്ടു. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അതെ. കാരണം ഒരു എങ്ങനെ പോയി നമ്മൾ ഇത്രയും അധികം കഷ്ടപ്പെട്ട് അതായത് നമ്മൾ നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എടുത്തിട്ട് എന്നിട്ടും ഇതുപോലത്തെ കാര്യം ഇതിപ്പോ ഈ കേൾക്കാന്ന് പറയുന്നത് ഭയങ്കര പറയുന്നത് മോശമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് മാത്രമല്ല, അതെ. ഈ പുരുഷനും ഉണ്ട്, ഉണ്ട്. സ്ത്രീക്കും ഉണ്ട്. ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ആക്ച്വലി കുറച്ചും കൂടെ വൾനറബിൾ ആണ്. അതായത് ഇപ്പൊ ഒരു സ്ത്രീയോട് പറയുന്ന ഒരു പരിഗണന അവർക്ക് ഇന്ന പോലെയൊക്കെയാന്ന് പറയും. അതെ. പുരുഷനെ നോക്കി കമന്റ് അടിക്കുമ്പോൾ അത് പറയാം. പക്ഷെ ഒരു ട്രാൻസിനെ വ്യക്തി വയ്ക്കുമ്പോ അവർ ഈ എന്ത് ചെയ്യാന്നുള്ളൊരു എന്തോ ഒരു പല വേർഡുകളും അതെ 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 യൂസ് ചെയ്യും. അതിപ്പോ നമ്മളിപ്പോ പൊതുവായിട്ട് ഇപ്പൊ ഒരാള് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ട്രാൻസ് മെൻ എന്നീ ഒരു ഇതില് നമ്മൾ സംസാരിച്ചുകൊണ്ട് പുറത്തോട്ട് വരുമ്പോ പലപ്പോഴും ആളുകൾക്ക് അവര് ഫ്രസ്ട്രേഷൻ തീർക്കുന്ന പോലെ ചീത്ത പറയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അതിന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഇത് അവര് പറഞ്ഞ എന്താന്ന് പോലും ഉൾക്കൊള്ളാൻ അവരങ്ങനെയാണ്. ആ, അവന് അവരെന്ത് പറഞ്ഞാൽ ഉൾക്കൊള്ളില്ല എന്ന് ഉറച്ചു നിൽക്കുന്ന നിക്കുന്ന കുറച്ച് അതെ വ്യക്തികളുണ്ട്. അതെ അതൊന്നും ഇപ്പൊ ഞാനത്ര അതൊന്നും നമ്മൾ വരവയ്ക്കുന്നേ ഇല്ല. ഇല്ല. പക്ഷെ അതെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നതോളം നമ്മൾ പ്രതികരിക്കാം. കാരണം ഉണ്ടല്ലോ, ഇനിയും ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികൾ മുന്നോട്ട് കടന്നു വരണം. അവർക്ക് ഇവിടെ ജീവിക്കാൻ ഒരു പ്ലേസ് വേണം. അതുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കുക, നീതി ലഭിക്കുന്നത് വരെ പോരാടുക. അതാണ് എന്റെ ഒരു കാഴ്ച. അല്ലേ ഇപ്പം ഇപ്പം എല്ലാവരും പോരാടി വന്നിട്ടാണ് ഈ സ്റ്റേജിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇപ്പൊ അമൃത എന്ന വ്യക്തി ചിലപ്പോൾ ഒരു 70 വയസ്സ് 90 വയസ്സ് മരണപ്പെടാം. പക്ഷെ നമുക്ക് എന്ത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വേണം. അത് ചെയ്ത് മുന്നിൽ എത്തിക്കുക. വരുന്ന കുട്ടികൾക്ക് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള വ്യക്തികൾക്ക് റോഡിലേക്ക് ഇറങ്ങാതെയോ അല്ലെങ്കിൽ നമ്മള് ഒരു നല്ലൊരു ലൈഫ് കണ്ടെത്തി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ എല്ലാ ഒരു മേഖലയിലും ഇപ്പം കലാമേഖലയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട്, ആർട്ടിസ്റ്റുകളായിട്ട്, മോഡൽസ് ആയിട്ടൊക്കെ നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ് പീപ്പിൾസ് ഇല്ലേ എന്നാണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് എത്താവര്? രാഷ്ട്രീയത്തിലേക്ക് ഇപ്പൊ എത്തും. കാരണം ഇപ്പൊ ഈ അടുത്ത ഇലക്ഷനിലേക്ക് ചിലപ്പോ ഇവിടെ എറണാകുളത്ത് നിന്ന് ഷെറി എന്ന് പറഞ്ഞ വ്യക്തി വരാൻ സാധ്യതയുണ്ട്. പാർട്ടി നമുക്കിപ്പോ ഉണ്ട്. ഇപ്പൊ 3 പാർട്ടികളും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ അതാണ് പണ്ട് പാർട്ടി വന്നതോടെ കുറച്ച് അകൽച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും അവർക്കുടെ സ്വാതന്ത്ര്യം വെച്ച പാർട്ടിയായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. നമ്മുടെ പാർട്ടി ഞങ്ങളായിട്ട് പോകുന്നു, അവരുടെ പാർട്ടി അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ പ്രശ്നം വന്ന് ഞങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഓക്കെ. ശരിക്കും അപ്പൊ ആ രാഷ്ട്രീയത്തിലേക്കും കൂടെ കടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. രാഷ്ട്രീയത്തില് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്നത്. അതെ അതെ മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിലും കൂടി ഉള്ളതുകൊണ്ട്. ആണ്. അതേപോലെ തന്നെ നമ്മള് ആളുകളുടെ മനോഭാവത്തെ കുറിച്ച് പറഞ്ഞപ്പം ചിലപ്പം നമ്മുടെ കേരളത്തിലല്ല പുറത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി വേറൊരു രീതിയിലാണ് അവിടുത്തെ ആളുകൾ കാണുന്നത്. അതിൽ തന്നെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ അധികം റിച്വൽസ് നടക്കുന്നുണ്ട്. അപ്പം ചിലതൊന്നും സേഫ് ആയിട്ടുള്ള റിച്വൽസ് അല്ല. ഇപ്പൊ നമ്മളിവിടെ കറക്റ്റ് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ അത്തരത്തിലുള്ള റിച്വൽസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഒരു ഇൻഫോർമേഷൻ തരാൻ പറ്റുന്നത്? ഇപ്പൊ അങ്ങനത്തെ സംഭവം പുറത്തൊക്കെ എന്ന സംഭവം പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ മെഡിക്കലായിട്ട് തന്നെ എല്ലാവരും ഇതായിട്ട് വന്നിട്ട് ഇപ്പൊ അതിനെ കുറിച്ചൊരു ആർട്ടിക്കിളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം സേഫ്റ്റി ആയിട്ട് തന്നെ മുന്നോട്ട്. ഇപ്പൊ വീട്ടിൽ വെച്ചിട്ടുള്ളതോ അങ്ങനെ ഹോസ്പിറ്റലിലായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അതുകൊണ്ടൊന്നും അതിന് വലിയ ഇതല്ല. പിന്നെ അവിടെ ഉള്ള ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒന്നും അങ്ങനെ നോക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വന്ന് ട്രീറ്റ്മെന്റ് എല്ലാം പക്കയായിട്ടാണ് പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇത്തരം കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നു ഞാൻ തുടങ്ങിയിട്ടുണ്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അവിടെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമായിട്ട് ഞാനൊരു കണക്ക് നോക്കിയാൽ ജീവിക്കാൻ പറ്റുന്നതും നമുക്ക് കുറച്ച് ഇപ്പൊ സമൂഹത്തിനിടയിൽ നമുക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലും അതെ. നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഇവിടെ കേരളത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ പിന്നെയും അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതേപോലെ തന്നെ ഞാൻ ഡൽഹിയിൽ പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞു വർഷം ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ എന്റെ വർക്ക് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള വ്യക്തികൾക്ക് ഭയങ്കര റെസ്പെക്ട്. ഇപ്പൊ ആസാമിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, തൂലിക എന്ന് പറയാം. പുള്ളിക്കാരത്തി അവിടെ വലിയ കൂണ്ട് ഫാമൊക്കെയാണ്. പുള്ളിക്കാരത്തി എന്റെ വീട്ടിൽ വിസിറ്റ് എന്റെ ഇവിടെ വന്ന് നിൽക്കും. ആ ഒരു ഭയങ്കര ഫ്രണ്ട്ലി. അതാണ് പറഞ്ഞത്, മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ വ്യക്തികൾ അവിടെ കിടക്കട്ടെ, ഉൾക്കൊള്ളുന്നവരോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അതെ, നമ്മളെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകൂടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടും. നമ്മള് കുറച്ചുകൂടെ ഓക്കെ ആവും. അവർക്ക് ഇപ്പൊ ഞാനൊരു കുടുംബശ്രീ എന്ന സംരംഭത്തിൽ കിടക്കുമ്പോൾ ട്രാൻസ് എന്താണെന്നും ട്രാൻസ് കമ്മ്യൂണിറ്റി എങ്ങനെയാണെന്നും കുറെ പേര് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
അതിന്റെയാണ് എനിക്കൊരു ഒരുപാട് ഒരു കൂട്ട്. പക്ഷെ ഈ പറഞ്ഞ ഈ പുരുഷന്മാരായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് മാത്രമാണ് അവർക്ക് പേടിയാണ് അതെ. സത്യത്തില് എന്ത് പറയും എങ്ങനെ പറയും എന്നുള്ളത്. കാരണം പറയും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതെ. ട്രാൻസ് എന്ന Trans ആണ്. അതെ 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 എന്നാൽ അതിൽ 2 3 പേരൊക്കെ ഇതാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളവര് നമ്മുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതെ അതെ അത് നമുക്കൊരു മാനസികമായിട്ട് വേദന തന്നിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം 2025 നമ്മുടെ ഒരു ഇന്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആൾ കൺഫ്യൂഷനിലാണ്. ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എങ്ങനെ പുറത്തു വരും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു കുട്ടിയോട് പറയാനുള്ളത് എന്താണ്? നമ്മള് ഇപ്പൊ ട്രാൻസ്ഫോമർ ആണെന്നുള്ള വ്യക്തി ആ ഒരു കുട്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി ഇപ്പൊ എന്റെ ഐഡന്റിറ്റി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇതുണ്ടായിരുന്നു. ഇപ്പൊ പണ്ട് ഈ ചോദ്യം ചോദിക്കാൻ കുറച്ച് 2000 അപ്പുറമാണ് ഈ കുട്ടിക്ക് പേടി ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഗൂഗിൾ അടിച്ചു കൊടുത്താലും യൂട്യൂബ് ആയാലും എല്ലാത്തിലും ഇതിനെ കുറിച്ച് വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സംഘടനകളായിട്ട് ഇപ്പൊ എറണാകുളത്ത് തന്നെ 4-5 സംഘടനകളുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും പേടിക്കേണ്ടതായിട്ടൊന്നും. പക്ഷെ പുറത്തേക്ക് വരുമ്പോ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഒറ്റയ്ക്കാണ് വരുന്ന വെച്ചാൽ ശൂന്യമായിരിക്കും. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ചിന്താഗതികൾ വരും. ഇപ്പൊ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു മുതിർന്ന വ്യക്തികളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരായിട്ട് കടന്നു വരുവാണെങ്കിൽ ഒരു നമുക്ക് അതാണ് പറയാ അമ്മ അവർക്ക് നിൽക്കാൻ ഒരു പ്ലേസിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ അവർ വന്ന് ലോഡ്ജ് റൂം എടുക്കേണ്ടി വരും. അങ്ങനെ കടന്ന് അവർക്ക് ചെയ്യും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആയിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടുക. നന്നായിട്ട് വിദ്യാഭ്യാസം നേടുക. തൊഴിലേക്ക് എത്തിയ ശേഷം വന്നാലും അത്ര ഇത് ഉണ്ടാവൂലെന്ന് എനിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്കുണ്ട്. ഉണ്ടാവും. അല്ലാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോവാം. പിന്നെ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ അങ്ങനെ ഓരോ ആളുകൾ ഇതുപോലെ പുറത്തോട്ട് വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പൊ സൊസൈറ്റിയിലാണെങ്കിൽ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനും അവരവരുടെ ആഗ്രഹത്തിനും കുടുംബത്തിലൊക്കെ തിരിച്ചറിഞ്ഞോളൂ. ഇപ്പൊ കുടുംബത്തിലെ അമ്മമാരൊക്കെ ഇത് അറിഞ്ഞ് കുറെ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കുട്ടികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫാമിലീസും ഉണ്ട്. അപ്പൊ അത് ഞാനിപ്പോ എനിക്ക് ഒറ്റ ഇതോ പറയാൻ പാടുള്ളൂ. ഇപ്പൊ ഞാൻ പണ്ടും ഇന്റർവ്യൂ പറയുന്നത് നമ്മുടെ ജനിക്കുന്ന കുട്ടിക്ക് ഒരു ക്യാൻസറോ അല്ലെങ്കിൽ കാര്യക്ക് കീഴ്പ്പെടുത്ത് തളർന്നു കിടക്കുമോ ഒരു കണ്ണില്ലെങ്കിൽ നമ്മൾ ആ കൊച്ചിനെ എങ്ങനെ നോക്കും? നല്ല കെയർ ചെയ്ത് അയ്യോ നമ്മുടെ പൊന്നു മോനെ കരഞ്ഞ പ്രാർത്ഥനയാണ്. ട്രാൻസ് ആണെന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ. അക്സെപ്റ്റ് ചെയ്ത് ആ കുട്ടിക്ക് വേണ്ട ഉന്നതമായ വിദ്യാഭ്യാസം നൽകൂ. എന്നിട്ട് ആ കുട്ടി ഉന്നതങ്ങളിൽ എത്തുമ്പോ അതിനൊപ്പം നിങ്ങൾ സന്തോഷിക്കാനേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ട്രാൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സമൂഹത്തെ നോക്കരുത്, അല്ല നിങ്ങളുടെ ബന്ധക്കാരെ നോക്കരുത്. നിങ്ങളുടെ ചോരയിൽ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ കിടന്ന മക്കളെ നിങ്ങൾ തെരുവിലേക്ക് തള്ളിക്കളയാതിരിക്കുക. നിങ്ങൾ അതിനെ പൊന്നുപോലെ തന്നെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അവർ ഏത് മേഖലയിൽ അവർ എത്താൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ അച്ഛൻ അമ്മ എന്ന ഇതിൽ നിങ്ങൾ അത് എത്തിക്കുക. നാളെ അവർ സമൂഹത്തിന് മുന്നിൽ നിങ്ങളെ നല്ല ഉയരങ്ങൾ എത്തിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തില് ഓരോ അച്ഛനമ്മയും ഒരു കുട്ടീനെ ആണ് വരുന്നത്. അതായത് ആ കുട്ടിയുടെ ആഗ്രഹത്തോടെ അല്ല, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പൊ ആ കുട്ടിയുടെ എന്ത് പ്രശ്നമാണെങ്കിലും അതിന് കൂടെ ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പല പ്രശ്നങ്ങളിലും ഒരു വ്യത്യാസം വരും. പിന്നെ സ്വന്തം കുടുംബത്തില് നമുക്ക് ഉറച്ചു നിൽക്കാൻ ജീവിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ആരെ പേടിക്കേണ്ട? സ്വന്തം അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണെങ്കിൽ ഈ സമൂഹത്തിന് പലതും പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ അവരെ ഭർത്താവില്ലാത്ത സ്ത്രീ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പറയും, അത് അവരുടെ കൂടെ ഇവരുടെ കൂടെ എല്ലാം പറയും. പക്ഷെ എന്നാലും കുട്ടി അവര് ജീവിക്കുന്നില്ല. സ്വന്തം കുടുംബത്തെ കുട്ടിയെ നിങ്ങൾ ഉൾക്കൊള്ളാം. ഫാമിലിയുള്ള നിങ്ങള് അല്ലെങ്കിൽ അമ്മമാര് അതിന് മനസ്സിലാക്കുക. പിള്ളേരെ കുട്ടിയുടെ മനസ്സ് അല്ലെങ്കിൽ കുട്ടികളോട് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ഫ്രീ ആയിട്ടൊന്ന് സംസാരിക്കുക. എന്തെങ്കിലും നമുക്ക് നെഗറ്റീവ് തോന്നി അവർ ഫ്രണ്ട്ലി ആയിട്ട് അവർ പ്രോബ്ലം എന്തെന്ന് അറിഞ്ഞ് ചേർത്ത് പിടിക്കുക. അല്ലാണ്ട് എന്റെ മോള് മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നല്ല ഇത് കല്ലെറിഞ്ഞോട്ടെ, പക്ഷെ നാളെ അവർ മാറ്റി പറയുന്ന ഒരു ദിനം നമുക്ക് വരും. ആ ദിനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. ഈ മാറ്റി പറയും എന്ന് പറഞ്ഞല്ലോ, ഇപ്പം ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളല്ലാതെ പണ്ട് കുറ്റം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടുള്ള ആരെങ്കിലും ഇപ്പം കൂടുതലായിട്ട് അടുത്ത് വന്നിട്ടുണ്ടോ? എന്റെ ഞാൻ പറയാം എറണാകുളം വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ പഴയൊരു ബാച്ച് ഉണ്ട്. നമുക്കറിയാലോ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എത്രയായാലും. പണ്ടൊക്കെ അവർക്ക് കുറച്ച് അകൽച്ച, പക്ഷെ ഇപ്പൊ എല്ലാവരും എന്നെ വിളിച്ച് മിണ്ടും, എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു മാറ്റമുണ്ട്. നമ്മളിപ്പോ ട്രാൻസായി മാറ്റുന്ന നമ്മൾ ചെളിയിലല്ല കിടക്കേണ്ടത്. നമുക്ക് എന്ത് നേടാൻ പറ്റും, നമ്മൾ എങ്ങനെ മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളൊരു പറഞ്ഞു. ഇപ്പൊ ഇവിടെ തന്നെ പല ട്രാൻസ്ലേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾ, മേക്കപ്പ് ആയിട്ടുള്ള വണ്ടി ഓടിക്കുന്ന എത്ര ട്രാൻസ്മെൻസ് സുഖി ഓടുന്നതെന്ന് അറിയാം. അവരെല്ലാരും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇതൊരു രോഗമല്ല, ന്യൂ നോർമൽ ആണ്, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ അല്ലേ? അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഏത് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. ആ. അല്ലാണ്ട് നമ്മളൊരു പണ്ടത്തെ പോലെ ഒരു ചങ്ങല കെട്ടിട്ട് അപ്പുറത്തേക്ക് നടക്കാൻ പാടില്ല. പാടില്ല, ഇടാൻ പാടില്ല, അതിപ്പോ ഇരിക്കാൻ പാടില്ല, ഇല്ല. നീ ഇന്ന ഡ്രസ് ഇടാൻ പാടില്ല, നീ ഇതുപോലെ നടക്കാൻ പാടില്ല എന്നൊന്നും അല്ല. അതെ. സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കൂ, സ്വാതന്ത്ര്യമായിട്ട് തന്നെ അവരെ ഉൾക്കൊള്ളൂ. അതെ. റെസ്പെക്ട് എന്ന് പറയുന്നത് respect. എല്ലാവരും ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ അർഹിക്കുന്ന ഒന്നാണ്. അപ്പം എന്ത് ജെൻഡറിന്റെ ബേസിലോ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയുടെ ബേസിലോ ഒന്നും അത് കുറച്ച് കാണേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഞാൻ റെസ്പെക്ട് പറയട്ടെ, കൊടുക്കുക. നമ്മുടെ സിനിമയിലൊന്നും ഇപ്പൊ ലെസ്ബിയൻസ് ആയിട്ടുള്ള ഗേസ് ആയിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഇല്ല. ഇപ്പൊ ഏതെങ്കിലും സിനിമ എടുത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമയിലൊക്കെ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗേ കപ്പിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാൻസ്വുമൻ, അങ്ങനെ അതെ. സ്റ്റോറിലൊക്കെ വന്നു തുടങ്ങി. വന്നു അപ്പൊ ആൾക്കാരെ മാറ്റേണ്ട ചിന്തകൾ മാറി തുടങ്ങി. അത് തന്നെയാണ് അതിന്റെ ഒരു ഇത് ഉൾക്കൊള്ളതായിട്ട്. നമ്മുടെ LGBTQA എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാത്ത കുറെ ആളുകളുണ്ട്. അവർ കൂടുതലായിട്ട് അറിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഈ LGBTQ എന്ന് പറയുമ്പോൾ അതിൽ കുറെ ആളുകളുണ്ട്. ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്, എസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം കമ്മ്യൂണിറ്റിയിൽ തന്നെ അവരുടെ ഇടയിൽ ഇപ്പം എസെക്ഷൽ ആയിട്ടുള്ള ഒരാളും ട്രാൻസ് ആയിട്ടുള്ള ഒരാളും അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ വലിയൊരു ഇതാണ് ഒരു വലിയൊരു അമ്പർല പോലെ ഇരിക്കുന്ന സംഭവത്തിൽ ഞാനിപ്പോഴും നോക്കുന്നത് ഇപ്പൊ ഗേ ആയിട്ടുള്ള വ്യക്തി അവരൊക്കെ നമ്മളോട് മിണ്ടാണ്. പക്ഷെ നമ്മളായിട്ട് പ്രശ്നത്തിൽ അങ്ങോട്ട് പോകല. ഇപ്പോഴും നമ്മുടെ ഒരു അമ്പർലയിൽ പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ സംസാരിക്കും, മുന്നോട്ട് പോവുകയുള്ളൂ. കൂടുതൽ അവരുടെ വിഷയങ്ങളിൽ നമ്മൾ ഇടാറില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അങ്ങനെയാണ് പോയിട്ടുള്ളത്. അല്ലാണ്ട് പ്രശ്നങ്ങൾ ഇപ്പൊ ഏതിലും ഇല്ലാത്തതുള്ളത്, പ്രശ്നം എല്ലാ മേഖലയിലും ഉണ്ട്. അതെങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോവാന്നുള്ളതിലാണ് അതിൽ കാര്യം. ഇപ്പം ഒരു കുടക്കീഴിലാണെങ്കിലും പല ആളുകൾക്കും പല ഇമോഷൻസ് ആണ് അല്ലെ? ഇപ്പം ബൈസെക്ഷൽ ആയാലും എസെക്ഷൽ ആയാലും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയാലും ഇപ്പൊ ട്രാൻസ് മെൻ ആയാലും വുമൺ ആയാലും പല ആളുകൾക്കും പല മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. ഇപ്പം ഈയിടെയായിട്ട് കൊച്ചിയിൽ പ്രൈഡ് ഒക്കെ നടന്നിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താ? പ്രൈഡ് എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ കാരണം സിറ്റിയിൽ എറണാകുളം സിറ്റിയിൽ നോക്കുകയാൽ 200-250 ട്രാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രൈഡിൽ പങ്കെടുത്തത് അതൊരു അറേഞ്ച്മെന്റിന്റെ ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് ശക്തമായി സ്വീറ്റും ഞാനും അത് ആ നിർത്തിയത് അങ്ങനെ ബോധിച്ചവരുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്, കൊച്ചി പ്രൈഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് നമ്മൾ നല്ല ഗ്രാൻഡ് ആക്കി നടത്തും. പ്രൈഡിനെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടിയ സാധനം നമ്മൾ സന്തോഷമാണ്. നമ്മൾ അതേപോലെ ഞാൻ പറഞ്ഞു, പഴയ ആളുകൾ ഇതേപോലെ പ്രൈഡ് നടത്തിയും കഷ്ടപ്പെട്ടും എല്ലാം നേടിയെടുത്തതാണ്. ഇപ്പോഴും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. പ്രൈഡ് എപ്പോഴും ഉണ്ടല്ലോ. കൊച്ചിയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്നു, ഇവിടെ മലപ്പുറത്താന്ന് പറയും, അവിടെ നടന്നു. അപ്പൊ പ്രൈഡില് ഏറ്റവും മുഖ്യധാരം കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന പ്രൈഡിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് സാഹചര്യം. കാരണം അത് ഇനിയും വരുന്ന ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലേസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്. അതില് മനുഷ്യ അതിലും കമന്റ് അറിയാമല്ലോ, വീഡിയോസുകാർ തന്നെ ഓരോ ഇത് ഇങ്ങനെ സ്കാൻ ചെയ്തെടുക്കുന്ന പോലെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ക്യാപ്ഷൻ കൊടുക്കുന്നവരെ വളരെ ഇതായിട്ടാണ്. അതൊന്നും ഇല്ല. ശരിക്കും മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമ്മൾ ഓരോരുത്തരിൽ നിന്നാണ്. മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമ്മൾ ഓരോരുത്തരിൽ നിന്നാണ്. പക്ഷെ ഓരോ കുടുംബങ്ങളിൽ നിന്നാണ്. ആ ഒരു കുടുംബത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുമ്പോ ആ 10 അയൽക്കത്തിൽ കുടുംബത്തിന് മാറ്റം വരും. പലരും പറയാനുണ്ടാവും. പക്ഷെ നമ്മുടെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ നമ്മൾ തെരുവിലേക്ക് വലിച്ചെറിയാതിരിക്കുക. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട്. സമൂഹം അതെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവുന്ന മാറ്റം, ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം, അതാണ് നമ്മുടെ സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പതിയെ മാറ്റങ്ങൾ നമ്മൾ എല്ലാവരിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പതിയെ പരിഹരിക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ, ജോബ് വേക്കൻസി വിദ്യാഭ്യാസമായിട്ടുള്ള ഒത്തിരി ട്രാൻസ്മെൻസും ഉണ്ട്. ആ ജോബ് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാൻ പറ്റുമെന്ന് കൊടുത്തു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഷോപ്പുകളിലേക്ക് അവർക്കും ഒരു ചാൻസ് കൊടുത്തു. കാരണം ജോലിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മെൻസ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ജോലി ചെയ്യാൻ അവർ ആഗ്രഹമാണ്. പക്ഷെ അതിനൊരു വാതില് സമൂഹത്തിലുള്ള നിങ്ങളും കൂടി ഒന്ന് തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് സംരംഭക മാത്രമല്ല, ഓരോ വ്യക്തിക്കും ഓരോ പാഷനാവും. ഓരോ ഇപ്പൊ ടാറ്റു ചെയ്യുന്ന വ്യക്തികളുണ്ട്, ഓട്ടോ ഓടിക്കുന്ന അങ്ങനെ ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ജോബ് വേക്കൻസിയും കൂടി നമ്മുടെ സമൂഹത്തിന് നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുവാണെങ്കിൽ നല്ലതായിരിക്കും. അതെ, അമൃതയെ പോലെയുള്ള പല ആളുകൾക്കും മുന്നോട്ട് വരാനായിട്ടുള്ള പ്രചോദനം ഇതേപോലെയുള്ള നല്ല മനുഷ്യരാണ്. ഒരു തിരിച്ചറിവാണ്. എല്ലാവരെയും നമ്മൾ ഒന്നായി കാണുക എന്നുള്ളൊരു അക്സെപ്റ്റൻസ് ആണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ഫാമിലിയിൽ നിന്നും നമുക്ക് വേണ്ടത്. അപ്പം ഇത്ര നേരം നമ്മളോട് കുറേ സംസാരിച്ച, കുറേ വിശേഷങ്ങൾ പറഞ്ഞ അമൃതയോട് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞങ്ങളുടെ ഈ ഒരു വട്ടമേശയുടെ ഇൻ ടു ദ ഡെപ്സിൽ
ഇത്രയും അധികം കാര്യങ്ങൾ സംസാരിക്കാനും അതും ഞങ്ങൾക്ക് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. എനിക്കും നിങ്ങള് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വിജയങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പോ തുടങ്ങിയിട്ട് എല്ലാം എത്തിട്ട് നന്നായിട്ട് മുന്നോട്ട് പോവാ. താങ്ക് യു. ഇനി മുന്നോട്ടുള്ള യാത്ര ഒരുപാട് വിജയങ്ങൾ നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.